നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ എന്നാൽ പോലും വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബോഡിയിലെ ഫാറ്റും കുറഞ്ഞിട്ടുണ്ടാവും, വെയിറ്റും കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്ത് ഈ വിസറൽ ഫാറ്റ് കുറയാത്തത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പലർക്കും, അല്ലെ? അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാത്തവരാണെങ്കിലേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഒരാളിന് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊരു വിഷയമല്ല, ഫാറ്റി ലിവർ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഓക്കെ. അപ്പോ നോർമലി ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ചോദിക്കുന്ന മെലിഞ്ഞിരിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന്. മെലിഞ്ഞിരിക്കുന്നവർക്കും കുഴപ്പമുണ്ടാവും. കാരണം അവരുടെ ബോഡി സ്ട്രക്ചർ അവർക്ക് ചെറുതാണെങ്കിൽ പോലും ഇന്നർ ഓർഗൻസിലോട്ടും ബ്ലഡ് പൈപ്പിലും കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ വണ്ണത്തിനെ ആശ്രയിച്ചിട്ടല്ല. ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഷെയ്ക്ക് കുടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായിട്ടും ഫാറ്റി ലിവറിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാറ്റി ലിവർ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സും കൂടെ കഴിക്കണം. ഇത് മൂന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫാറ്റി ലിവർ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുക. ഇപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട് സപ്ലിമെന്റ്സ് കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ സപ്ലിമെന്റ് കഴിക്കണം എന്ന് വിചാരിച്ച് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഒന്നും മിണ്ടാത്തത് ഇത് ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട് തന്നെയാണോ എന്റെ കോച്ച് തന്നത് എന്നുള്ള സംശയം കൊണ്ടായിരിക്കും, അല്ലേ? യെസ്. ഓ, നന്നായിട്ട് തലയാട്ടനുണ്ടല്ലോ കുട്ടി. ഓക്കെ. അപ്പോ എന്തൊക്കെ സപ്ലിമെന്റ്സ് ആണ് നമുക്ക് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാല് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മേ ബി നിങ്ങൾ അതൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഓ, അൽഹംദുലില്ലാ, ഞാന് ഫാറ്റി ലിവർ കുറയാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണല്ലോ കഴിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. അഥവാ നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കുക. നാളെ തന്നെ കോച്ചിനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയില് ഓർഡർ അടിച്ചിട്ടോ നിങ്ങൾ അത് വാങ്ങണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബം, ജോലി, വീട്, വണ്ടി ഇതൊന്നുമല്ല, നമ്മുടെ ആരോഗ്യമാണ്. അതിന് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റെന്തും നോക്കുക. ഇപ്പൊ നിങ്ങളോട് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലരും പല അഭിപ്രായം പറയും. ചിലർ പറയും എന്റെ ഉമ്മാനെയാണ് എനിക്ക് സ്നേഹം, എന്റെ കുട്ടീനെയാണ് എനിക്ക് സ്നേഹം, എന്റെ ഭാര്യനെയാണ് എനിക്ക് സ്നേഹം. അങ്ങനെ ഇനി ഇതൊന്നും പറയാത്ത വേറെ ആൾക്കാരോടൊക്കെ ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് അവരെ ഒന്നുമല്ല, അവനവനെ നന്നായിട്ട് സ്നേഹിക്കുക. മീൻസ് സെൽഫ് ലവ്. സ്വന്തത്തിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് മറ്റൊരാളിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മൾ നമ്മളെ സ്വയം ശപിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മളെ സ്വയം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. പുറമേ ചിലപ്പോൾ നാവ് കൊണ്ട് പറയും എനിക്ക് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയും, പക്ഷെ കഴിയില്ല. കാരണം ഇപ്പോ നമുക്ക് ഭക്ഷണം വാരി കഴിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ മാത്രമേ മറ്റൊരാളിന് ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ, ഇല്ലേ? അവനവന് പോലും കഴിക്കാൻ കഴിയാത്ത ഒരാളിന് മറ്റൊരാളിന് ഫുഡ് വാരി കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. നമുക്ക് എന്ത് കാര്യവും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അത് മറ്റൊരാളിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിപ്പോ ആരായാലും. നമുക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ പിടിച്ചു നടത്താൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. സോ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾ നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഈ ഒരു പ്രോസസ്സ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ കോച്ചുമാരും ഓരോ ആൾക്കാരും ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെൽഫ് ലവ്, അവനവനെ സ്നേഹിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളതിലോട്ട് നോക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർ ഏതൊക്കെ സപ്ലിമെന്റ് കഴിക്കാൻ നോക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം കേട്ടോ.
ഓക്കെ, ലിവറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട സപ്ലിമെന്റ്സ് ആണ് ഇത്. നമ്മുടെ ലിവറിന്റെ ഹെൽത്ത് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയും നമ്മുടെ ബോഡിയിലോട്ട് ന്യൂട്രീഷൻ അബ്സർവേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ് ആണ്. omega-3 ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ലിവറിൽ നമ്മുടെ നല്ല സെൽസുകളെല്ലാം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ കുറേശ്ശെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസിന് ചുറ്റും നമ്മുടെ രക്തക്കുഴലിന്റെ അകത്തും എല്ലാം കൊഴുപ്പടിയുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലും കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാവും. അതിനെയാണ് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട്, പ്രശ്നമുണ്ട്, രക്തം പരിശോധിച്ചു എന്നൊക്കെ പറയല്ലേ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ട്രൈഗ്ലിസറൈഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് omega-3 നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ omega-3 നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, പക്ഷേ നമുക്കത് കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പരിധിയിലധികം നമ്മളത് കഴിച്ചാൽ നമുക്ക് കാലറി കൂടും. കാലറി കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വെയിറ്റ് കൂടും. രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് ഒരു ഗുഡ് സോഴ്സിൽ നിന്നല്ല, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ല എന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ചിലപ്പോ കലോറി കൂടുതൽ ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കഴിക്കാന്. ഇപ്പോ ഈ omega-3 കഴിക്കണം എന്നൊരാളോട് പറയുമ്പോ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് മത്തിയിലില്ലേ, മത്തി കഴിച്ചാൽ പോരെ ടീച്ചറേന്ന്. മത്തിയിലുണ്ട്, പക്ഷെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള omega-3 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 കിലോ മത്തി കഴിക്കണം. 1 കിലോ മത്തി നമ്മൾ കഴിക്കാന്ന് തീരുമാനിച്ചാലും എന്തായാലും വെറും മീന് മാത്രമായിട്ട് കഴിക്കൂലല്ലോ, പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട്. ഇല്ല, അത് ഇച്ചിരി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്പം മുളക് പൊടിയൊക്കെ പൂശി ഇച്ചിരി എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ച് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ചോറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനെ കഴിക്കും. അപ്പൊ നമ്മൾ അവിടെ പ്രോസസ്ഡ് ആയി. മത്തിയില് omega-3 ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ omega-6 ആയിട്ട് അത് കൺവേർട്ട് ആവുകയും ചെയ്യും. ഇനി മത്തി കറി വെച്ച് തന്നെ കഴിക്കാന്ന് വിചാരിച്ചാലോ, അപ്പോഴും നമ്മൾ ഒന്നുകിൽ മുളകിടും, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് വെക്കും. ഈ രണ്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് കലോറി കൂടും. മുളക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയിൽ മുളകൊക്കെ വാട്ടിയിട്ടൊക്കെ ആണല്ലോ ചെയ്യണത്. അവിടെ omega-6 ആയിട്ട് ഒരു കൺവേർഷൻ നടക്കുകയും ചെയ്യും. സോ നമുക്കത് പോസിബിൾ അല്ല. ഇതിനേക്കാളും കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാം. നമുക്ക് സാലമൺ ഫിഷ് തന്നെ വാങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കിലോയ്ക്ക് 4000 രൂപയൊക്കെ ഉള്ളൂ. 1 കിലോ മീൻ വാങ്ങിയിട്ട് വന്നാൽ നിങ്ങൾ എത്ര ദിവസം വെച്ച് കഴിക്കും? 1 കിലോ സാലമണിൽ നിന്ന് നമുക്ക് എത്ര ദിവസത്തേക്കുള്ള omega-3 കിട്ടും? അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നോർമൽ ലൈഫ് സ്റ്റൈലില് നമുക്കിപ്പോ അത് പോസിബിൾ അല്ല. നമ്മളെല്ലാരും ഒരു പ്രസിഡന്റ് ടീമൊക്കെ ആയതിനു ശേഷമാണെങ്കിൽ ഡെയിലി സാൽമൺ ഫിഷ് ഒക്കെ വാങ്ങി കഴിക്കാം. പക്ഷെ പ്രസിഡന്റ് ടീം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കണ്ടേ, വേണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഗുഡ് സോഴ്സിൽ നിന്ന് നമ്മൾ അതിന്റെ സപ്ലിമെന്റ് കഴിക്കുക എന്നുള്ളതാണ്. സപ്ലിമെന്റ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെ പ്രോസസ് ചെയ്തിട്ട് ചെറിയ രൂപത്തിൽ കിട്ടുന്നതാണ്. മീൻസ് നമുക്ക് ഒരാളിന്റെ ശരീരത്തിൽ 1 ഗ്രാം omega-3 ആണ് ഒരു ദിവസം വേണ്ടതെങ്കിൽ 1 ഗ്രാം omega-3 അടങ്ങിയൊരു ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ. പിന്നെ നമുക്ക് അവിടെ ഫുഡിന്റെ കാലറി കൂടോ എന്നുള്ള കാര്യം പേടിക്കണ്ട, അത് കഴിച്ച് വയറ് നിറഞ്ഞു പോവോ വേറൊന്നും കഴിക്കാൻ പറ്റൂല എന്ന് പേടിക്കണ്ട, അത് പ്രോസസ് ചെയ്തിട്ട് ഇനിയിപ്പോ മറ്റെന്തെങ്കിലും ആവോ എന്നുള്ള പേടിയും വേണ്ട. വെറുതെ എടുക്കുക, വായിലിടുക, കഴിക്കുക, ഇത്രയും ചെയ്താൽ മതി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള സാൽമൺ ഫിഷിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു omega-3 നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹെർബൽ ലൈഫ് ലൈൻ. ആ പേര് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ലൈഫ് ലൈൻ ആണ്. ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചക്രശ്വാസം വലിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, അവർക്ക് ആ ഒരു ലൈഫ് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാധനം എന്ന് തന്നെ നമുക്ക് പറയാം ഹെർബൽ ലൈഫ് ലൈന്. നമ്മൾ അശ്വമേധമൊക്കെ കളിക്കുമ്പോഴത്തേക്കും ലൈഫ് ലൈൻ ഒക്കെ ഉണ്ടല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങളൊന്നും TV കാണാത്ത ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ഉത്തരം കിട്ടാതെ വരുന്ന സമയത്ത് ലൈഫ് ലൈൻ കൊടുക്കും. അതേപോലെ ഇവിടെ
ഫാറ്റ് കൂടിയിട്ട് ഒരു ഉത്തരം കിട്ടാതിരിക്കുന്നവർക്ക് നല്ലൊരു ഉത്തരമാണ് നമ്മുടെ omega-3 അടങ്ങിയിട്ടുള്ള ഹെർബൽ ലൈഫിലെ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ രക്തക്കുഴലിലുള്ള കൊഴുപ്പിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും അതേപോലെ തന്നെ ഡ്രൈ ഗ്ലിസറൈഡിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത്, സ്വാഭാവികമായിട്ടും ഫാറ്റി ലിവർ കൂടുതലായിട്ടുള്ള ആളിന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇത്തരക്കാർക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോ നമ്മൾ വിചാരിക്കുക സ്വഭാവം അങ്ങനെയാണ്, നന്നാവാത്ത ചങ്ങായിയാണ്, എല്ലാ കാലത്തും ഈ ദേഷ്യം തന്നെയാണ്. അല്ല കേട്ടോ, ആള് ഭയങ്കര പാവമായിരിക്കും. ഇനി അയാളോട് പോയിട്ട് നിങ്ങൾ എന്ത് സ്വഭാവ ഭയങ്കര ദേഷ്യക്കാരൻ പറയും, അയ്യോ സത്യത്തിൽ ഞാൻ അങ്ങനെ അല്ല കേട്ടോ, ഞാൻ പാവമാണെന്ന് അയാൾ സ്വയം പറയും. ഞാനൊക്കെ അങ്ങനെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ. എന്നെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു സാധനം എന്നൊക്കെ തോന്നുമായിരുന്നു. കാരണം എന്റെ ഫേസ് നന്നായിട്ട് വലുതായിരുന്നു. പിന്നെ ഒരു സ്മൈലിംഗ് ഫേസ് ഒന്നും എനിക്ക് വരാറുണ്ടായിരുന്നില്ല. എപ്പോഴും ഭയങ്കര ചിന്തയിലായിരിക്കും, ഭയങ്കര ടയേർഡായിരിക്കും, ഹെൽത്ത് വീക്ക് ആയിരുന്നു. അതിന്റെ കൂടെ ടീച്ചറും ആയിരുന്നു. അപ്പൊ ഇത്രയും ആവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്നെ ഒരു ഡിസ്റ്റൻസിൽ എല്ലാവരും നിർത്തിയിരുന്നു, എന്റെ സ്റ്റുഡൻസ് അടക്കം, എന്റെ മക്കളടക്കം എല്ലാരും. അപ്പോ സത്യത്തിൽ ഇതൊന്നും ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്തതായിരുന്നില്ല. എന്നോട് പിന്നീട് എന്നെ പരിചയപ്പെട്ട് എന്നോട് സംസാരിച്ച് നന്നായിട്ട് മിങ്കിൾ ചെയ്തതിന് ശേഷം പലരും പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ട സമയത്ത് നീ ഒരു ഭയങ്കര ആണെന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ പറ, അയ്യോ അല്ലല്ലോ, സത്യത്തിൽ ഞാൻ പാവമല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇതേപോലെ ഞാൻ പാവമല്ലേ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവം തന്നെയാണ്. നിങ്ങളിൽ നിന്ന് പ്രകടമാവുന്ന ആ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഡെഫിഷ്യൻസി കൊണ്ടും നിങ്ങളുടെ ഹെൽത്ത് ചലഞ്ചസ് കൊണ്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി കഴിക്കുക. നമ്മൾ അപ്പൊ ചോദിക്കും, വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് ഡെയിലി വെയിൽ കൊണ്ടാ പോരേന്ന്. വെയിൽ കൊണ്ടാ മതി, പക്ഷെ ഇത്രയും കാലം വെയിൽ കൊണ്ടിട്ടും അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെയിലിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ബോഡിക്ക് അബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. ബോഡിക്ക് അബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമല്ലേ അത് കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടൂലല്ലോ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാലേ ആ വെള്ളം അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പരന്ന പ്ലേസ് ആവണം. എന്നാൽ അതൊരു ചരിഞ്ഞ സ്ഥലത്താണ് വെള്ളം ഒഴിച്ചാലോ, വെള്ളം ഇവിടെ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം അവിടെ താഴെ എത്തും. അതേപോലെയാണ് ഈ വൈറ്റമിൻ ഡി. വെയില് രാവിലെ വെയിൽ കൊള്ളും, വെയിൽ വരും, വെയിൽ പോവും. അതേപോലെ തന്നെ ഈ കൊണ്ട ചൂട് മാത്രം ബാക്കി ഉണ്ടാവും, വൈറ്റമിൻ ഡി ഉള്ളിലോട്ട് അബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കണം. അപ്പോ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് നമുക്ക് തന്നിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി വൈറ്റമിൻ ഡി മാത്രം കഴിച്ചാൽ ബോഡിയിൽ അബ്സർവ് ആവില്ല. നോർമൽ കാൽസ്യം മാത്രം നമ്മൾ കഴിച്ചാലും ബോഡിയിൽ അബ്സർവ് ആവില്ല. സോ ഇത് രണ്ടും കൂടെ മിങ്കിൾ ചെയ്തിട്ട്, രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് കമ്പനി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. കാൽസ്യം സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് വൈറ്റമിൻ ഡിയും ഉണ്ടാവും, അതേപോലെ മഗ്നീഷ്യവും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗുണമുണ്ട്? ഒന്ന്, നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലത്തിനും നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സംബന്ധമായിട്ടുള്ള പ്രോബ്ലത്തിനും അതുപോലെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ വൈറ്റമിൻ ഡി നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു കാൽസ്യം ടാബ്ലറ്റിൽ നിന്നാണ്. വളരെ നല്ലതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഇനഫ് ആയാൽ, ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ മെറ്റാബോളിസം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മെറ്റാബോളിസം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ എത്രത്തോളം കഴിക്കണം എന്നുള്ളതിന്റെ ഒരു അളവാണ്. ഇപ്പൊ ഓരോരുത്തർക്കും BMR BMI ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ 1200 ഉണ്ടാവും, 1500 ഉണ്ടാവും. അപ്പൊ അവരുടെ ബോഡിയുടെ ഒരു മെറ്റാബോളിസത്തിന്റെ ഒരു റേഞ്ച് ആണത്. അപ്പൊ ഈ മെറ്റാബോളിസം നമുക്ക് കൂട്ടി കൊണ്ടുവരുമ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് ഇച്ചിരി കൂടിയാൽ പോലും നമുക്ക് വെയിറ്റ് കൂടില്ല. എന്നാൽ മെറ്റാബോളിസം വളരെ കുറവായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവര് ചിലപ്പോൾ എല്ലാ ദിവസവും ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ടാവും. മേ ബി ഒരു ദിവസം ഒരു അല്പം അധികം കഴിച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും 1/2 കിലോ വെയിറ്റ് വരെ കൂടും. അപ്പൊ അവർക്ക് മെറ്റാബോളിസം കുറവാണ്. അപ്പൊ ഈ മെറ്റാബോളിസം കുറച്ചുകൂടെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ലിവർ ഫംഗ്ഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, പറയുന്ന ഒരു കാര്യമാണ്, വയറ് നന്നായാൽ ഉയിര് നന്നായി എന്ന്. കേട്ടിട്ടുണ്ടോ ഈ ഒരു പഴഞ്ചൊല്ല്? നമ്മുടെ സെഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതേപോലെ നമ്മുടെ കോച്ച് ക്ലാസ് എടുക്കുന്ന സമയത്തും പറയാറുണ്ട്, വയറ് നന്നായാൽ ഉയിര് നന്നായി. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കോൺഷ്യസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഓർഗൺ
നമ്മുടെ വയറാണ്. പക്ഷെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തതും എന്താ പറയാ, വീട്ടിലെ വേസ്റ്റ് ബക്കറ്റ് പോലെ എന്തും കൊണ്ടുവന്ന് ഇടുന്നതും നമ്മുടെ വയറിലോട്ടാണ് അല്ലേ? ശരിയല്ലേ? എന്ത് കിട്ടിയാലും തിന്നും. ഇച്ചിരി ഒന്ന് നാവിന് ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ നോക്കില്ല. നമുക്കിത് ഹെൽത്തിന് നല്ലതാണോ എന്ന് നോക്കില്ല. ഇത് കഴിച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കൂല. നമുക്ക് വെയിറ്റ് കൂടുമോ എന്ന് നോക്കൂല. ഒന്നും നോക്കാണ്ട് നാവിന് ടേസ്റ്റ് ഉള്ളത് എന്ത് കിട്ടിയാലും കഴിക്കല്ലേ? ഞാനും അങ്ങനെ കേട്ടോ. അത് നമ്മളെല്ലാരും അങ്ങനെ കഴിക്കാത്തവരൊക്കെ വളരെ കുറവാണ്. അത്രയും ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ വയറ് നമുക്ക് നന്നാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഗട്ടില് മീൻസ് കുടലില് നല്ല ബാക്ടീരിയാസ് എല്ലാ സമയത്തും ഉണ്ടാവണം. ഈ നല്ല ബാക്ടീരിയയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല പല സിംറ്റംസ് ബോഡി കാണിക്കും. ചിലർക്ക് വയറ് വീർത്തു വരും, ചിലർക്ക് വയറ് ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടും, ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കിടന്ന് ഇളകി മറിയണത് പോലെ തോന്നും, ചിലർക്ക് ലൂസ് മോഷൻ വരും, ചിലർക്ക് വയറ് ഉറച്ചു പോവും, ചിലർക്ക് ഡൈജഷൻ നടക്കില്ല, ചിലർക്ക് ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യും. പല രീതിയിൽ അതിന്റെ റിയാക്ഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിലും കൂടുതലായി കഴിഞ്ഞാലാണ് വായ്പുണ്ണായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. വായ്പുണ്ണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ പുണ്ണ് വന്നിട്ട് അതിങ്ങനെ കുടലിലൂടെ കയറി 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 നമ്മുടെ അന്നനാളത്തിലൂടെയൊക്കെ വന്ന് വായിലെത്തുന്ന സമയത്ത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നാണ്. അപ്പൊ ഇതെല്ലാം വരുന്നത് നമ്മുടെ ഗട്ട് മീൻസ് നമ്മുടെ കുടല്, നമ്മുടെ വയറ് അത് നല്ലതല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നല്ല ഗുഡ് ബാക്ടീരിയ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. മീൻസ് ഗുഡ് പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഹെൽത്ത് മീൻസ് നമ്മുടെ വയറിന്റെ ആരോഗ്യം വളരെ നന്നായിട്ട് വെക്കും. വയറിന്റെ ആരോഗ്യം നന്നാവുമ്പോൾ തന്നെ നമുക്ക് ലിവർ ഫങ്ഷൻ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കും. അപ്പൊ ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല ബെറ്റർ ഡൈജഷനും നമുക്ക് നടക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി തന്നിട്ടുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സിംപ്ലി പ്രോബയോട്ടിക്. പേര് ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ഈ പ്രോബയോട്ടിക് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിന് വേറെ കമ്പനീന്റെ കിട്ടൂലേ, ഇത് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട്. നമുക്ക് പല കമ്പനിയുടെയും സാധനങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ആ കിട്ടുന്ന പ്രോബയോട്ടിക്കില് ഒരു ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ് ബാക്ടീരിയ ഒറ്റ സാഷയിൽ കിട്ടിയാലോ? അതല്ലേ ഏറ്റവും നല്ലത്. കറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ഡൈജഷൻ പ്രോബ്ലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ പ്രോബയോട്ടിക്കിന്റെ പകുതി കഴിച്ചാൽ മതി ഡെയിലി. എന്നാൽ ഡൈജഷൻ പ്രോബ്ലം, ഡൈജഷനോ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മീൻസ് IBS IBD പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും, IBS IBD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. ചിലർക്ക് കുടല് വീർത്ത് വരും, കുടല് മാത്രം വീർക്കും. ചിലർക്ക് കുടലിൽ ഇങ്ങനെ അവിടെ മുറിവുണ്ടാവും, മോഷൻ പോകുമ്പോഴത്തേക്ക് ബ്ലഡ് പോകും. പൈൽസ് അല്ല കേട്ടോ. പിന്നെ ചിലർക്കാണെങ്കിൽ വയറ് മാത്രം മുന്നോട്ട് ചാടി നിൽക്കും, ശരീരം മെലിഞ്ഞു നിൽക്കും, പക്ഷെ വയറ് മാത്രം ചാടിയിരിക്കും, നട്ടൽ ഇങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്തിരിക്കും. കാണുമ്പോൾ എല്ലാരും കളിയാക്കും, എനിക്ക് പള്ളയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു പ്രഗ്നന്റ് ലേഡി അങ്ങനെ അതേപോലെ. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നിങ്ങളൊക്കെ എങ്ങോട്ട് നോക്കിയിട്ടാ നടക്കണ മനുഷ്യന്മാരെ? അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ചുറ്റുമുണ്ട്, ഇനി ഒന്ന് നോക്കിക്കോളിട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞിട്ട്, പൊന്നു മോനെ അന്റെ ഈ വയറ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് ഒരു കുഴപ്പമല്ല, അതൊരു പ്രശ്നമാണ്, ഇജ്ജ് പോര്, നാളെ നമ്മളെ ക്ലബിൽ വാ, നമ്മളെ കോച്ച് അതിനെ കുറിച്ച് പറഞ്ഞു തരുമെന്ന് പറയാം. എന്നിട്ട് കൂട്ടി നേരെ ക്ലബിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ഷേക്ക് ഒക്കെ കൊടുത്ത് അവർക്ക് പ്രോബയോട്ടിക് സപ്ലിമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ഒരു പരിധി വരെ അത് നിവർത്തി കൊണ്ടുവരാൻ പറ്റും, റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് ലിവർ, നമ്മുടെ ഫാറ്റി ലിവർ ഒക്കെ മാറ്റി നമ്മുടെ ലിവർ ഫങ്ഷൻ ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട സപ്ലിമെന്റ്സ്. പക്ഷേ ഈ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ലിവർ മാത്രമാണോ നന്നാവുക? അല്ല. കാൽസ്യം കഴിക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറും, അതേപോലെ തന്നെ മഗ്നീഷ്യം കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം ഉണ്ടാവും. നമുക്കിങ്ങനെ ചിക്കനും ബീഫും ഒക്കെ വന്നിട്ട് കടിച്ചു മുറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പ്രൊബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാലോ, ഗുഡ് ബാക്ടീരിയ നന്നായിട്ട് വയറിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും, കൃത്യമായിട്ടുള്ള ഡൈജഷൻസ് ഒക്കെ നടക്കും. അപ്പൊ പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അത് കഴിക്കുന്ന പ്രോസസ്സിൽ നമ്മൾ omega 3 കൂടെ കഴിക്കുമ്പോഴത്തേക്കോ ഫാറ്റി ലിവർ ഒക്കെ കുറഞ്ഞ് നമ്മൾ നല്ല ഹെൽത്തി ആവും, നല്ല സുന്ദരനും സുന്ദരികളുമായിട്ട് മാറും. സൂപ്പർ അല്ലേ? യെസ്. അപ്പോ ഫാറ്റി ലിവർ എല്ലാരും ഈ 3 സപ്ലിമെന്റ് നിർബന്ധമായിട്ടും മറക്കാതെ കഴിക്കുക.
ഓക്കെ, ഇനി നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ചോളൂ. ഞാൻ ഒന്ന് ഫ്രഷ് പിടിക്കട്ടെ. എന്താ എല്ലാരും സ്ട്രക്ക് ആയിരിക്കണേ? പേര് ആശ്ചര്യം മുക്കത്താണ്. ഓക്കെ, പിന്നെ എനിക്ക് ഡൗട്ട് തന്നാല് നമ്മള് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്, വെയിറ്റ് ലോസ് റണ്ണിങ്ങിലുള്ള വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഈ അരവണ്ണം നന്നായിട്ട് കുറയുന്നുണ്ട്. പക്ഷെ ആ ദിവസം വെയിറ്റ് താഴോട്ട് വരുന്നു, വെയിറ്റ് താഴോട്ട് വരുന്നില്ല. എന്താണ് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അരവണ്ണം മാത്രം കുറയുന്നു, വെയിറ്റ് കുറയുന്നില്ല എന്നാണോ? വെയിറ്റ് കുറയുന്നില്ല. ഓക്കെ, അത് മെഷർമെന്റ് ടൈറ്റ് ആവുന്നതാണ്. നമുക്ക് വെയിറ്റ് ലോസ് പ്രോസസ്സ് 3 രീതിയിലാണ് നമുക്ക് നടക്കുക. നമുക്ക് നോർമലി നമുക്ക് മെഷീനിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയും, അതൊരു പ്രോസസ്സ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാറ്റ് കുറയും. ഫാറ്റ് കുറയുന്ന പ്രോസസ്സിൽ ചിലപ്പോൾ ഒരിച്ചിരിയേ വെയിറ്റ് കുറയുള്ളൂ, ചിലർക്ക് ഒട്ടും കുറയില്ല. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ 100-200 ഗ്രാമൊക്കെ നമുക്ക് വെയിറ്റ് കുറയുള്ളൂ. പക്ഷെ വെയിറ്റ് വല്ലാണ്ട് കുറഞ്ഞു കാണില്ല, പക്ഷെ ഫാറ്റ് ലോസ് ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് കുറഞ്ഞിട്ടില്ല, പക്ഷെ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൺഗ്രാജുലേഷൻ എന്ന് നിങ്ങളുടെ കോച്ച് പറയും. അപ്പൊ ആ ഒരു കൺഗ്രാജുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് ലോസ് അവിടെ നടന്നിട്ടുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് അയ്യോ ഇന്നും വെയിറ്റ് കുറഞ്ഞില്ലല്ലോ, ഇന്നും വെയിറ്റ് കുറഞ്ഞില്ലല്ലോ, ഇജ്ജ് വേറെ വല്ലതും കഴിക്കുന്നുണ്ടോ, സത്യം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും കോച്ച്. അപ്പൊ പറയും ഇല്ല കോച്ചെ, സത്യമായിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല, ഫോട്ടോ അയച്ചത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചു, കറക്റ്റ് ആയിട്ട് ഉറങ്ങി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ മെഷർമെന്റ് ചെക്ക് ചെയ്യുക, മെഷർമെന്റ് കുറഞ്ഞിട്ടുണ്ടാവും, ടൈറ്റ് ആയിട്ടുണ്ടാവും. അതായത് 3 പ്രോസസ്സിൽ 3 രീതിയിലാണ് നമുക്ക് വെയിറ്റ് ലോസ് നടക്കുക കേട്ടോ. വെയിറ്റ് ലോസ് ആവും, ഫാറ്റ് ലോസ് ആവും, മെഷർമെന്റ് ടൈറ്റ് ആവും. ഇത് 3ഉം ഒരേപോലെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആവുള്ളൂ. ഇതല്ലാണ്ട് നമുക്ക് മെഷർമെന്റ് ടൈറ്റ്നസ് വരാണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ആയ സ്കിൻ സാഗിങ് വരും, തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇനി നമുക്ക് വെയിറ്റ് ലോസ് മാത്രമായി ഫാറ്റ് ലോസ് ആവാതിരുന്നു കഴിഞ്ഞാലും നോക്കുമ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒന്നും മാറൂല, മുഖത്തിന്റെ വീർപ്പും ചീർപ്പും ഒന്നും മാറൂല. അപ്പോ ഇതെല്ലാം മാറി നിങ്ങളുടെ മുഖവും ചെറുതായി, നിങ്ങളുടെ ബോഡിയും ചെറുതായി, നിങ്ങളുടെ ഹെൽത്തും ബെറ്റർ ആയി, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് പെർഫെക്റ്റ് ആണ്. കേൾക്കുന്നില്ല. മൂന്നിയൂർ സെന്ററിൽ നിന്ന് ഒരു താത്ത വർത്താനം പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. പിന്നെ ഈ കാൽസ്യം യൂറിക് ആസിഡ് ഉള്ളവർക്ക് കാൽസ്യം എടുത്താല് എന്താ പ്രശ്നം? കാൽസ്യം കൂടിയത് യൂറിക് ആസിഡ് കൂടാൻ അറിയാ? കാൽസ്യം കൂടിയിട്ടല്ല, പ്രോട്ടീൻ ഫിൽട്രേഷൻ നേരെ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോ പ്രോട്ടീൻ ബോഡിയിൽ കൂടുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില പ്രോട്ടീൻ സോഴ്സുകൾ ഒഴിവാക്കണം. അതായത് ബീഫ്, മത്തിയൊക്കെ നമ്മൾ ഒഴിവാക്കണം. ചിക്കൻ കുറച്ച് കഴിക്കാം, ചിക്കൻ കുറഞ്ഞ അളവിൽ കഴിക്കാം, മുട്ട കഴിക്കാം. വെജിറ്റബിൾ സോഴ്സിൽ നമുക്ക് പയറ്, കടല അങ്ങനെയുള്ള സാധനങ്ങൾ മുളപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാം. ഫാറ്റി ലിവറും ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തായാലും പ്രോബയോട്ടിക്കും എടുത്ത് അതുപോലെ തന്നെ ഒമേഗ 3യും എടുക്കും. ഓക്കെ, അത് രണ്ടും കഴിച്ചിട്ട് നിങ്ങളുടെ യൂറിക് ആസിഡ് കുറഞ്ഞു വരുന്ന പ്രോസസ്സിൽ കാൽസ്യം എടുത്താൽ മതി. യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ചെറുപയറ്, കടല തുടങ്ങിയ സാധനങ്ങൾ, മുരിങ്ങയില ഒന്നും എടുക്കരുത്. ചെറുപയറും കടലയും എടുക്കാം മുളപ്പിച്ചതിന് ശേഷം. അപ്പൊ അവിടെ പ്രോട്ടീൻ വിഘടിച്ചിട്ടുണ്ടാവും, അവിടെ ഫൈബർ ആണ് റിച്ച് ആവുക. അതേപോലെ മത്തി കഴിക്കരുത്, ബീഫ് കഴിക്കരുത്, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ഫുഡിന്റെ ഇതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. വേണോ? വേണമെങ്കിൽ മതിയല്ലോ, വെറുതെ ഇപ്പൊ എന്തിനാ. ഓക്കെ, നിങ്ങളെല്ലാരും കുട്ടികളാണ്, ബുക്കും പേനയും പേപ്പറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ട് ഇവിടെ കൂടെ കേട്ട് അവിടെ കൂടെ കളയല്ലോ അല്ലേ. പുതിയ ആളുണ്ടായിരുന്നു, വെള്ളത്തിന്റെ പ്രാധാന്യം അത് ഇജ്ജ് പറഞ്ഞു കൊടുത്താ പോരെ.
ഓക്കെ, വെള്ളം നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള അളവിന് കുടിക്കണം. വെള്ളം കുടിക്കാൻ കോച്ച് പറഞ്ഞല്ലോ, എനിക്ക് 4 ലിറ്റർ വെള്ളം കുടിക്കാനുണ്ട് അല്ലെങ്കിൽ 3.5 കുടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മ വരുമ്പോ 1/2 ലിറ്റർ ഒക്കെ ഒരുമിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇല്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ്. ആദ്യം ഉണ്ടായിരുന്നു, ഞാനും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് വെയിറ്റ് ലോസ് ആവില്ല എന്ന് മാത്രമല്ല, വയറ് ചാടുകയും ചെയ്യും, വയറ് കുറയില്ല. അത് തന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളമൊക്കെ ഒരുമിച്ച് കുടിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ നമ്മൾ ഒരുപാട് നാൾ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാല് നമ്മുടെ കിഡ്നി അടിച്ചു പോകും, കിഡ്നിയുടെ ഫിൽട്രേഷൻ നേരെ നടക്കൂല. അപ്പൊ അന്ന് അവിടെ പോയി ഷെയ്ക്ക് കുടിച്ചുകൊണ്ടാണ് ഇന്ന് എന്റെ കിഡ്നി പോയെന്ന് ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഷെയ്ക്ക് കുടിച്ചെന്ന് വെച്ചിട്ടോ, ഇപ്പൊ ചിലർക്ക് 5 ലിറ്റർ, എന്റെ ഒരു ക്ലയന്റ് ഉണ്ട് 150 കിലോ. അപ്പൊ അവർ എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും കുടിച്ചിട്ടും അവർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ 7 ലിറ്റർ കുടിക്കാൻ പറഞ്ഞല്ലോ, 10 മണിക്ക് 1 ലിറ്റർ, 12 മണിക്ക് 1 ലിറ്റർ, അങ്ങനെ ഒരുമിച്ച് വെള്ളം കുടിച്ചാൽ അത് കിഡ്നി ഡിസീസ് ആവും. അതുകൊണ്ട് തന്നെ സിപ്പായിട്ട് ഒരു കവള് വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കുടിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച നിങ്ങൾ ബുദ്ധിമുട്ടി തന്നെ കുടിക്കേണ്ടി വരും. 2ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് നടക്കൂല. നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ചുണ്ടൊക്കെ ഒന്ന് വരണ്ട്, നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങൾക്ക് സിഗ്നൽ തരും, ടൈം ആയിട്ടുണ്ട് ചങ്ങായി, കുടിച്ചോണ്ടിന്ന്. അപ്പൊ അങ്ങനെ കുടിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ 2 ആഴ്ച ഒന്ന് അലാറം ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് തന്നെ കുടിക്കേണ്ടി വരും. പക്ഷെ കറക്റ്റ് ആയിട്ട് വാട്ടർ ഇൻടേക്ക് നമ്മൾ സിപ്പായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ, അത് രാത്രി 9 മണിക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ബേസിൽ വെയിറ്റ് കുറയും. അപ്പൊ ആ കോച്ച് പറഞ്ഞല്ലോ വെള്ളം കുടിച്ചാൽ മതി, അത് കുടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കുറയുമെന്ന്. തിന്നണേനൊന്നും ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. കലോറി മാനേജ് ചെയ്താലേ വെയിറ്റ് കുറയുള്ളൂ. പക്ഷേ കലോറി മാനേജ് ചെയ്തതുകൊണ്ട് മാത്രം വെയിറ്റ് കുറയില്ല, വാട്ടർ ഇൻടേക്കും കറക്റ്റ് ചെയ്താലേ വെയിറ്റ് കുറയുള്ളൂ. ഓക്കെ, ഞാൻ വിചാരിക്കരുത് ഇന്നെന്താ ജസീം ഒന്നും പറയാതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവർ ഇല്ലാത്തവർക്കായാലും കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഹാബിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഹെൽത്ത് വളരെ പെട്ടെന്ന് തന്നെ ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്നാലാണ് നമ്മുടെ ആ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നത് ഒരു ബാലൻസ്ഡ് മീൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. നമ്മൾ കഴിക്കുന്നതിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ലോസ് ഈസി ആവുള്ളൂ. അത് തന്നെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ 2 ടൈപ്പിനുള്ള പ്രോട്ടീനും കഴിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളിനും വെയിറ്റ് കുറയും കേട്ടോ. പക്ഷെ ഇത് ശ്രദ്ധിച്ച് വെയിറ്റ് കുറയ്ക്കുന്ന ആളിന് സ്കിന്നൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, നല്ല ഗ്ലാമർ വെക്കും. ഒരു 10 വർഷം മുമ്പുള്ള അതിനേക്കാൾ സുന്ദരനും സുന്ദരികളും ആയിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫുഡ് പ്ലേറ്റ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെ നോക്കിയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടോട്ടൽ ഫുഡിന്റെ നേര് പകുതി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. അത് വേവിച്ചതും വേവിക്കാത്തതും എടുക്കാം. മീൻസ് നമ്മളൊരു വലിയ പ്ലേറ്റ് നിറയെ നിങ്ങളുടെ ഫുഡ് കഴിക്കണം വിചാരിച്ചോളൂ. നിങ്ങൾക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള പ്ലേറ്റ് എടുക്കാം കേട്ടോ. അയ്യോ, കോച്ചിന് ഫോട്ടോ അയച്ചു കൊടുത്തതില് കുഞ്ഞു പ്ലേറ്റ് എടുക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് വേറെ പ്ലേറ്റ് എടുക്കാന്ന് വിചാരിക്കുക. നമ്മൾ അനീഫൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി പോയി ചോദിക്കണ്ട കേട്ടോ നിങ്ങളാരും. മൂപ്പരവിടെ ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേനും എന്നെ ഫോൺ ചെയ്ത് ചീത്ത പറയാം, അത് ഉറപ്പാണ്. പക്ഷെ അതൊരു സത്യമാണ്, മൂപ്പര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പമുള്ള പ്ലേറ്റ് എടുക്കുക. ആ ഒരു പ്ലേറ്റില് ഒറ്റ പ്രാവശ്യം തന്നെ നിങ്ങൾ ഫുഡ് വിളമ്പണം. അത് വീണ്ടും 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 വിളമ്പി എടുക്കരുത്. ആ ഫുഡ് വിളമ്പുമ്പോ നിങ്ങൾ എടുക്കുന്നത് ഒരു ബൗള് ചോറാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബൗള് ചോറിന് കൊള്ളുന്ന രീതിയിലുള്ള ദോശ, പുട്ട്, ഇഡ്ഡലി എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് വെക്കുക. അതേ ബൗളില് അതേ അളവില് വേവിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഉപ്പേരികൾ ഐറ്റംസ് എന്തെങ്കിലും എടുക്കുക. ഇനി അവിയലാണ് വെക്കണമെങ്കിൽ പച്ചക്കായ വല്ലാണ്ട് ഇടണ്ട. പച്ചക്കായ കുറച്ച് ഒരു പേരിന് ഒരു കുഞ്ഞു കഷ്ണം ഇട്ടിട്ട് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള അവിയലാണെങ്കിൽ ഓക്കെയാണ്. അതല്ലെങ്കിൽ ഉപ്പേരി ഏതെങ്കിലും ഒക്കെ എടുക്കുക. അതും ഈ ചോറെടുത്ത അതേ അളവിൽ തന്നെ എടുക്കുക. അടുത്ത് സെയിം അതേ അളവിന് അത് നമ്മൾ പ്ലേറ്റിൽ വെച്ചു.
എന്നിട്ട് അതേ അളവിന് തന്നെ നിങ്ങൾ വേവിക്കാത്ത വെജിറ്റബിൾസ് സാലഡ് പോലെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും സാലഡ് എടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് അല്ലെങ്കിൽ തന്നെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തതാണെന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. മീൻസ് അധികം പഴുക്കാത്ത പേരയ്ക്ക എടുക്കാം, അധികം പഴുക്കാത്ത കർമൂസ എടുക്കാം, അതേപോലെ തന്നെ പ്ലംസ് എടുക്കാം. അങ്ങനെ അധികം മധുരം ഇല്ലാത്ത ഫ്രൂട്ട്സ് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൂട്ട്സ് എടുക്കാം. ബാക്കി ദിവസങ്ങളിൽ മിക്സഡ് ആയിട്ടുള്ള സാലഡ് എടുക്കാം. ഇനി അതൊന്നും ഇല്ല, അയ്യോ ഒരുപാട് സാധനം ഒന്നും വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊച്ചേ, ഷെയ്ക്കിന് തന്നെ 300 രൂപ കൊടുക്കണോ, ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ പറ്റുക, വിഷമിക്കണ്ട, നിങ്ങൾ കക്കിരി മാത്രം എടുത്താലും മതി. പക്ഷെ കക്കിരി എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. ചിലർക്ക് കക്കിരി അലർജി ഉണ്ടാവും, ചിലർക്ക് കക്കിരി കഴിക്കുമ്പോഴത്തേക്ക് വയറുവേദന ഉണ്ടാവും, ചിലർക്ക് കക്കിരി കഴിക്കുമ്പോഴത്തേക്ക് ലൂസ് മോഷൻ ഉണ്ടാവും. പക്ഷെ കക്കിരി നിങ്ങൾ ഒഴിവാക്കണ്ട, അതിന്റെ തോലും അതിന്റെ കുരുവും ഒഴിവാക്കുക. എന്നിട്ട് അതിന്റെ നടുക്കുള്ള തണ്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം ചിലർ ഈ കക്കിരി കഴിക്കാൻ മടിയുണ്ടോ എന്ന് പറയും, അയ്യോ അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ലൂസ് മോഷൻ, എനിക്ക് പറ്റൂല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം, കുരു ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നടുക്കുള്ള കാമ്പ് എടുക്കുക, അത് മാത്രം വെച്ചിട്ട് അതും ഒരു ബൗൾ എടുക്കുക. പിന്നെ വീണ്ടും അതേ ബൗളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ, ഒന്നുകിൽ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ചുവപ്പ് കളർ അല്ലാത്ത മീൻ ഐറ്റംസോ ഏതെങ്കിലും എടുക്കാം. 4 കാലുള്ളതൊന്നും എടുക്കണ്ട കേട്ടോ, 2 കാലുള്ളത് എടുത്താൽ മതി. കാലില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കാലിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാലിന്റെ എണ്ണം കൂടാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, പോത്ത്, ആട്, പിന്നെ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കഴിക്കുന്നുണ്ടെങ്കിൽ അത്, പിന്നെ മീനിലാണെങ്കിൽ ഞണ്ട്, ചെമ്മീന്, അങ്ങനെയുള്ള സാധനങ്ങൾ. മീൻസ് 2 കാലിൽ കൂടുതലുള്ളത് എന്തും അത് ഒഴിവാക്കുക, വെയിറ്റ് കൂടും. ഒന്നുകിൽ 2 കാല് അല്ലെങ്കിൽ കാലില്ലാത്തത് മീൻസ് മീന്, അങ്ങനെയുള്ളത് എടുത്തിട്ട് സെയിം പാത്രത്തിൽ അത്രേ അളവിൽ തന്നെ പ്രോട്ടീനും കൂടെ എടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് കഴിക്കണം. വയറും നിറയും മനസ്സും നിറയും. നിങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് കഴിച്ച ഫീലും കിട്ടും. ഇതാണ് ഒരു ബാലൻസ്ഡ് മീല്. ഈ രീതിയിലാണ് നമ്മൾ ഡെയിലി ബേസിൽ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ ഒരാൾ പറയണം, അയ്യോ എനിക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ, വിഷമിക്കണ്ട, ചോറിന്റെ അളവും അതേപോലെ കുറയ്ക്കുക. നമ്മൾ പറയാം എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇത്ര ചോറ് എടുത്തു, ഉപ്പേരി അതുകൊണ്ടാ കുറഞ്ഞു ചെയ്യുന്നു. ഒരുപാട് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ചോറ്, കുറച്ച് ഉപ്പേരി, കുറച്ച് പ്രോട്ടീൻ അങ്ങനെ എടുക്കുക. ഇനി അയ്യോ ഇത്രയൊന്നും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറ് നിറയില്ല കേട്ടോ, എനിക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും വീണ്ടും എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. എന്റെ മോൻ അങ്ങനെ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, വിഷമിക്കണ്ട, അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കഴിക്കണ്ട, വെയിറ്റ് ലോസ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേറ്റിന്റെ അളവ് കൂട്ടുക, ഫുഡിന്റെ അളവ് കൂട്ടുക. പക്ഷേ ഈ പറഞ്ഞൊരു കോമ്പിനേഷനിൽ തന്നെ നിങ്ങൾ ഫുഡ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് മീലാവും. ഓക്കെ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. മീൻസ് നിങ്ങളോട് ഞാൻ വെജിറ്റബിൾസ് എടുക്കാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ചു, വെജിറ്റബിൾസ് എടുക്കാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ക്യാരറ്റ് കുറച്ചെടുക്കാം, ബീട്രൂട്ട് കുറച്ചെടുക്കാം, മത്തൻ കുറച്ചെടുക്കാം, ചക്കര മത്തൻ കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ആവില്ല. ഫൈബർ റിച്ച് ആയിട്ടുള്ള മീൻസ് 4 സത്ത് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. നമുക്ക് ഇപ്പോ ഇലവർഗ്ഗങ്ങൾ എല്ലാം പറ്റും, അതേപോലെ മുരിങ്ങക്കായയും പറ്റൂ കേട്ടോ. പിന്നെ ചിലർക്ക് കാബേജ് പറ്റില്ല, പറ്റാത്തവര് കഴിക്കേണ്ട ബ്രൊക്കോളി, ക്യുക്കുംബർ, ടൊമാറ്റോ, ബീൻസ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അത് ഫൈബർ റിച്ച് ആവുകയും ചെയ്യും. ഫൈബർ റിച്ച് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഡൈജഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും നമുക്ക് വയറ് നല്ല പെട്ടെന്ന് തന്നെ ഫില്ലാവാനും പറ്റും. പിന്നെ നമ്മൾ പ്രോട്ടീൻ നമുക്ക് 2 രീതിയിൽ എടുക്കാം. നമുക്ക് പ്ലാന്റ്, അതായത് ചെടികളിൽ നിന്നുള്ള പ്രോട്ടീനും എടുക്കാം, അതല്ലാണ്ട് മൃഗങ്ങളെയും എടുക്കാം. അപ്പൊ ചെടികളിൽ നിന്നാകുമ്പോഴത്തേക്ക് നമുക്ക് മസൂർ ദാൽ എടുക്കാം. ഗ്രീൻ പീസിൽ കുറച്ച് പ്രോട്ടീൻ ഒക്കെ കിട്ടും, കുറച്ചേ കിട്ടുള്ളൂ, പക്ഷെ അതിനൊക്കെ അളവ് കൂടുതൽ വേണം. നമ്മൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നമ്മൾ കാലറി കൂടുതലാവും, കാരണം കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ചാലേ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞ കാലറിയിലെ ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പ്രോട്ടീൻ എഗ് ആണ് കേട്ടോ. അപ്പോ പിന്നീട് ഒന്നുകിൽ ആനിമൽ ബേസ്ഡ് ആയിട്ട് ചിക്കൻ ഒക്കെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബോയിൽഡ് എഗ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മസിൽ മാസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനും മെറ്റാബോളിസം കൂട്ടിക്കൊണ്ടുവരാനും ക്രേവിംഗ് ടെൻഡൻസി നമുക്ക് കുറയ്ക്കാനും അതുപോലെ നമുക്ക് വെയിറ്റ് ലോസ് ആവാൻ വേണ്ടിയിട്ടും ബോഡിക്ക് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതാക്കുക. ഇപ്പൊ ലക്കിലി നമ്മൾ എല്ലാവരും കഴിക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ്.
പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിക്കുന്ന എന്താ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് ആയിരിക്കും. അവിടെ നമ്മൾ ഒന്നുകൂടെ ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ആവും. അപ്പൊ അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചോറ് എടുക്കാതെ മില്ലറ്റ്സുകൾ എടുക്കുക. ഓരോ ദിവസവും ഓരോ മില്ലറ്റ്സുകൾ എടുക്കുക. അപ്പൊ അതെല്ലാം ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അരി എടുക്കുമ്പോഴത്തേക്ക് നോർമൽ വൈറ്റ് റൈസ് എടുക്കാണ്ട് റെഡ് റൈസ് എടുക്കുക. റെഡ് റൈസ് റെഡ് റൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് പാലക്കാട് മട്ട വാങ്ങൂട്ടോ, അതല്ലാണ്ടുള്ള നോർമൽ റെഡ് റൈസ്, ബ്ലാക്ക് റൈസ്, പിന്നെ നവര അരി, അങ്ങനെ 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 കുറച്ച് അരികളുണ്ട്. ആ അരികൾ വാങ്ങുക. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല വിലയുണ്ട്, അത് അതിന്റെ ഒരു ഗുണമാണ്. അത്രയും ആകുമ്പോഴത്തേക്ക് എന്തായാലും 1/2 കിലോ അരി ഇട്ടൊന്നും ആരും ഒറ്റയടിക്ക് ചോറ് വെക്കൂല. രണ്ടാമത് അധികം കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുള്ളൂ. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫുൾഫിൽ ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അരി വാങ്ങുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കിനോവ വളരെ നല്ല സാധനമാണ്, പക്ഷെ വലിയ രസമൊന്നുമില്ല കേട്ടോ കഴിക്കാന്. കിനോവ വാങ്ങിയിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പല പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അത് വെള്ളത്തിൽ അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം, അത് ജസ്റ്റ് കുതിർത്ത് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, ചോറ് പോലെ ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാം, പല രീതിയിലും ചെയ്യാൻ പറ്റും. കഞ്ഞിയായിട്ടും കുടിക്കാൻ പറ്റും. അപ്പോ അത് ചെയ്യാം. അത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്മുടെ മെറ്റബോളിസത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ സ്ലോലി ആവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ സ്ലോലി ആവുമ്പോൾ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വിശക്കില്ല. പിന്നെ ഗോതമ്പ്, നല്ല ഗോതമ്പ് മീൻസ് അതിന്റെ ഈ ഫൈബർ ഒന്നും കളയാത്ത രീതിയിലുള്ള ഗോതമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല എണ്ണകൾ യൂസ് ചെയ്യുക. ഈ പാം ഓയില്, പിന്നെ സൺഫ്ലവർ ഓയില്, അങ്ങനെയുള്ള ഓയിൽസുകൾ അവോയ്ഡ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ഫ്രൈഡ് ആയിട്ടൊന്നും കഴിക്കരുത്. കാരണം എണ്ണ ആയാൽ പോലും എണ്ണ omega-3 ആണ്, പക്ഷെ അത് ചൂടായി കഴിഞ്ഞാൽ omega-6 ആവും. സോ നിങ്ങൾ ജസ്റ്റ് പച്ചക്കറിയൊക്കെ ആവിയിൽ വേവിച്ചതിന് ശേഷം അതിന്റെ പുറത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അത് നമ്മുടെ ഹെൽത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ അതേപോലെ നമ്മുടെ എള്ളെണ്ണ കഴിക്കാം. പിന്നെ നെയ്യ്, പശു നെയ്യ് കഴിക്കാം. അയ്യോ, പശു നെയ്യ് കഴിക്കാന്ന് പറഞ്ഞല്ലോ, അലീസ ഉണ്ടാക്കാൻ ഇച്ചിരി വറവിടട്ടെ എന്ന് വിചാരിക്കരുത്. അങ്ങനെ കഴിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. നോർമലി ഗട്ട് പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ 1 സ്പൂൺ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതൊരു സോൾബിൾ ഫാറ്റ് ആണ്, വൈറ്റമിൻസിനെയൊക്കെ അബ്സർവേഷന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ പ്ലേറ്റ് ബാലൻസ്ഡ് ആവുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫോക്കസ്ഡ് ആവുക. നമ്മൾ ഓവർ ആയിട്ടുള്ള, നമുക്ക് ഹാംഫുൾ ആയിട്ട് ശരീരത്തിന് കേടുവരുന്ന രീതിയിലുള്ള ഷുഗർ ചേർന്ന ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, അതേപോലെ തന്നെ മൈദ ഐറ്റംസ്, ആൽക്കഹോള്, ഇതൊക്കെ നമ്മുടെ ലിവറിനെയും കേടാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക, അത് ഒഴിവാക്കുക. പിന്നെ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളൊക്കെ പുലികളാവും. ഓക്കെ, എല്ലാവരും ചിരിച്ചേ. എന്ത് രസമുണ്ട് ഈ ചിരി കാണാൻ. ഇത്രയും നേരം അങ്ങനെ ഇരിക്കരുത്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് ആരാ പറയൂ. പറയൂ. സെന്ററിനാണ് എന്റെ പേര്. 58 വയസ്സാണ് എനിക്ക്. ഓ, അടിപൊളി. എനിക്ക് 22 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. മൈക്രോആൽബിൻ എനിക്ക് കൂടുതലാണുള്ളത്, 212. അപ്പൊ ഏത് ഫുഡാണ് ഞാൻ കഴിക്കേണ്ടത്, എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് സംശയം ഉണ്ടായിരുന്നു. സപ്ലിമെന്റ് ഏത് കഴിക്കണമെന്നാണോ ചോദിച്ചേ? സപ്ലിമെന്റ് ഫുഡുകളൊക്കെ അങ്ങനെയൊക്കെ കഴിക്കണം. പിന്നെ ഏതെല്ലാം ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റും? ഷുഗർ ഉണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മൈക്രോആൽബിൻ കൂടിയിട്ടുണ്ട് ഷുഗർ കാരണം. 22 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഓക്കെ, വർക്കൗട്ട് ചെയ്യുന്ന ആളാണോ? ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടില്ല, എല്ലാ ദിവസവും ഇല്ല. എല്ലാ ദിവസവും ഇല്ല. ഓക്കെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് മീൻസ് ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായി? 22 ദിവസമായി. 22 ദിവസം കൊണ്ട് ഷുഗർ ലെവലിന് എത്രത്തോളം മാറ്റം വന്നു? കണ്ടമാനം മാറ്റം വന്നു. ഇൻസുലിനൊക്കെ രാത്രി നിർത്തിയിട്ടുണ്ട്. രാവിലെ ഒരു 10 എടുക്കുന്നുള്ളൂ. ഞാൻ 30 ഒക്കെ എടുത്തിരുന്നതാണ്. 30-20 എടുത്തിരുന്നതാണ്.
ഇൻസുലിൻ നിർത്തിയത് ഒറ്റയ്ക്ക് നിർത്തിയാണോ ഡോക്ടർ പറഞ്ഞിട്ട് നിർത്തിയാണോ? അല്ല, അത് ഞാനങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഡോക്ടറെ ചിലപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാതെ തന്നെ ഇതിന് മുന്നേ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്യാറുണ്ട്, മാറ്റി കൊടുക്കാറുണ്ട്. ഈ 22 ദിവസം കഴിഞ്ഞതിന് ശേഷം HbA1c ടെസ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല, അതിപ്പോ ടെസ്റ്റ് ചെയ്യാൻ 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ടാണ്. അത് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും കൂടെ ഒന്ന് നോക്കണം. നിങ്ങൾ സ്വന്തമായിട്ടും ഫൈബർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. മൾട്ടി വൈറ്റമിൻ omega-3. ക്രിയാറ്റിൻ 1.6 നിൽക്കുന്നത്, 212. ഓക്കെ, അത് കുഴപ്പമില്ല. ക്രിയാറ്റിൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാട്ടർ ഇൻടേക്കിന്റെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മീൻസ് നിങ്ങൾ എനിക്കൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ. അല്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്രിയാറ്റിൻ ഉള്ളപ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ വെള്ളം കൂടുതൽ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസിന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. മനസ്സിലായല്ലോ അല്ലെ? രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂടും. അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രോബയോട്ടിക്കും കൂടെ എടുത്തോളൂ. നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് കഴിയുന്നുണ്ട്, സൂപ്പർ. കഴിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തായാലും ഇപ്പൊ കഴിക്കുന്നത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ HbA1c ഒന്ന് ചെക്ക് ചെയ്യണം. HbA1c എത്രത്തോളം കുറഞ്ഞു നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ. അതും കൂടെ കിട്ടിയാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടെന്ന് ഒരു ഐഡിയ വരുള്ളൂ കേട്ടോ. അത് കിഡ്നി ഡിസീസ് ഉള്ളത് കൊണ്ടാണ് പ്രോട്ടീൻ പോകുന്നത്. പ്രോട്ടീൻ യൂറിനോട് പോകുന്ന ആള് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം, കഴിക്കണം. ഇല്ലെങ്കിൽ ഡെഫിഷ്യൻസി വല്ലാണ്ട് കൂടും. ആ കഴിക്കുന്നത് നമ്മുടെ ബീഫ് പോലുള്ള പ്രോട്ടീൻ ഉള്ള സാധനം കഴിക്കരുതെന്നേ ഉള്ളൂ. നമ്മൾ പ്രോട്ടീൻ കഴിക്കാം കേട്ടോ, അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതേപോലെ എഗ്ഗും കഴിക്കാം. നിങ്ങളോട് മേ ബി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും മുട്ട കഴിക്കാന്, ഇല്ലേ? ഇല്ല, മുട്ട കഴിക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. കഴിക്കണ്ടെന്ന് പറഞ്ഞോ? ഈ മൈക്രോഅൽബുമിൻ ഉണ്ടായതുകൊണ്ടേ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആണോ? നോർമലി നമ്മള് ഈ കിഡ്നി ഡിസീസ് ഉള്ളവരോട് മുട്ടയാണ് കഴിക്കാൻ പറയല്, മറ്റ് പ്രോട്ടീൻസ് ഒന്നും കഴിക്കണ്ടെന്ന് പറയും. അപ്പൊ നിങ്ങളോട് മുട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുട്ട അവോയ്ഡ് ചെയ്യാം. അതേപോലെ മഞ്ഞക്കറി ഒഴിവാക്കിയിട്ട് വൈറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. അതാണ്, വൈറ്റ് ആണ് പ്രോട്ടീൻ. വൈറ്റ് ആണ് പ്രോട്ടീൻ. മറ്റേത് നമുക്ക് കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ള എടുക്കുന്നത്. അത് നോർമലി കിഡ്നി ഡിസീസ് ഉള്ളവരോട് നമ്മൾ മുട്ട കഴിക്കാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. നോർമലി പറയാറില്ല, കാരണം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം. പക്ഷെ പയറ് കടലയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് മുളപ്പിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ല, നമ്മുടേത് ഇതാണല്ലോ, പ്രോസസ്ഡും ആണ്. പിന്നെ അത് സോയ പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ ഡൈനോ ഷേക്ക് ആണോ കൊടുത്തോണ്ടിരുന്നേ? ഓക്കെ, കുഴപ്പമില്ല. ഡൈനോ ഷേക്ക് അവരുടെ ഷുഗർ നോക്കിയതിന് ശേഷം ഡൈനോ ഷേക്ക് വേണ്ടെങ്കിൽ അതൊന്ന് കുറച്ചോളൂ കേട്ടോ, കാരണം അതിൽ ഇച്ചിരി ഒരു ഇതുണ്ട്. അതുകൊണ്ട് പിന്നെ ഫൈബർ ചേർക്കണില്ലേ? ഫൈബറിന്റെ ടാബ്ലറ്റ് കൊടുക്കുക, ഫൈബറിന്റെ പൗഡറും കൊടുക്കുക, രണ്ടും കൊടുക്കണം കേട്ടോ. അതായത് സോളിബിൾ ഫൈബറും ഇൻസോളിബിൾ ഫൈബറും ഈക്വൽ ആയിട്ട് തന്നെ അവരുടെ ബോഡിയിൽ കിട്ടണം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ. സെഷൻ എൻഡ്.